ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ മേഖലയിലേക്ക് വന്നിരുന്നത് കാര്യം പ്രത്യേകിച്ച് നമ്മൾ ആദ്യ സമയങ്ങളിൽ ഈ നമ്മുടെ ഒരു പ്രത്യേകിച്ചും കേരളത്തിൽ പൊതുവെ ആൾക്കാർ ഒരു എഞ്ചിനീയറിംഗ് മെഡിക്കൽ ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു വളരെ മുമ്പ്. ഇപ്പോഴൊക്കെ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരുടെ കുട്ടികൾ ഈ ഏരിയയിലേക്ക് വരുന്നത് വളരെ കുറവായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരുന്നത് ട്രഡീഷണൽ ആർട്ടിസൻസ്, വിശ്വകർമ്മജർ, ആഭരണം ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പോൾ ട്രഡീഷണൽ ഈ ആർട്ടിസൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് അവർ വന്നത്. അവരുടെ ഒരു ആർട്ടിസ്റ്റിക് സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇതാണ്. അപ്പോൾ ഒരു 60% ആൾക്കാരും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ടിസൻസ്, ക്രാഫ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ, തടി ഉണ്ടാക്കുന്ന ആൾക്കാർ, പിന്നെ ആഭരണം ഉണ്ടാക്കുന്ന ആൾക്കാർ, ക്ലേ ഉണ്ടാക്കുന്ന ആൾക്കാർ, കാര്യം അവരുടെയൊക്കെ രക്തത്തിലുള്ളതാണ്. അവരുടെ ഒരു തലമുറകളോളം അവർ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ആ രംഗത്ത് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആദ്യകാലം മുതൽ തന്നെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടി എന്നുള്ള ആൾക്കാരിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. അവർക്ക് വരുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് പഠിക്കുന്നതിനൊക്കെ ഒരുപാട് ചിലവുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെയുള്ള പിന്നെ സംവിധാനങ്ങളുണ്ട്, എഡ്യൂക്കേഷണൽ ലോൺസ് ഉണ്ട്, മറ്റ് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പിന്നെ എല്ലാ അർത്ഥത്തിലും എല്ലാ ആൾക്കാരിലേക്കും അത് എത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്കാർക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് കാരണം നമ്മുടെ പിന്നെ ആർട്ടിസ്റ്റ് ഒന്നവർക്ക് ആർട്ടിസ്റ്റിക് സ്കില്ലുണ്ട്, ബേസിക് ആർട്ടിസ്റ്റിക് സ്കിൽ. ഏറ്റവും അധികം അവർക്കുള്ളത് അവർക്ക് ടെക്നിക്കൽ സ്കില്ലും ഉണ്ട്, ടെക്നോളജിക്കൽ സ്കില്ല് അത് അവർക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മിടുക്കരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു നെഗറ്റീവായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ അടുത്തൊരു ഗ്രോത്ത്, അതായത് വളരെ വലിയ ഫിലിംസുകൾ നിർമ്മിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ആൾക്കാരെ ഉപയോഗിക്കാൻ പറ്റും. ഈ ആൾക്കാരെ നമുക്ക് തിരിച്ചു വരാം, അവർക്ക് നമ്മുടെ പിന്നെ യുവതി യുവാക്കളെ ട്രെയിൻ ചെയ്തെടുപ്പിക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും.